വണക്കം. കഴിഞ്ഞ ദിവസം കേരള സമൂഹത്തെ പിടിച്ചുകുലുക്കുന്ന പല വിപ്ലവാത്മകമായിട്ടുള്ള നിലപാടുകളും ചർച്ച ചെയ്യുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിലെ പല ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ള പല നിലപാടുകളും മുന്നിലേക്ക് വയ്ക്കുന്ന 3-4 സാധനങ്ങൾ കേരളത്തിൻ്റെ സ്വന്തം നവോത്ഥാന നായകർ തേഞ്ഞുപോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സംഭവമല്ല, നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ സംഭവമാണ്. ഗണേഷ് കുമാറിൻ്റെ സംഭവത്തിൽ ഗണേഷ് കുമാറിൻ്റെ സംഭവത്തിനെ ന്യായീകരിച്ചവരും തേഞ്ഞു, ഗണേഷ് കുമാറിൻ്റെ സംഭവത്തെ എതിർത്തവരും തേഞ്ഞു, ഗണേഷ് കുമാറിൻ്റെ സംഭവത്തെ ചുവട് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും വെളുപ്പിക്കാൻ വന്നവന്മാർ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ചതുർഭുജത്തിലും തേയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൽ നല്ല ക്ലാസിക്കായിട്ട് തേഞ്ഞു വാരിയ ഒരു തേലെന്ന് പറയുന്നത് നമുക്കറിയാം. അത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ നവോത്ഥാന നായിക എന്നറിയപ്പെടുന്ന, കേരളത്തിൻ്റെ വിപ്ലവ സിംഗിണി എന്നറിയപ്പെടുന്ന, കേരളത്തിൽ മറ്റേത് സ്ത്രീകളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫാൻസുള്ള, എന്ത് നിലപാട് പറഞ്ഞാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മി അറക്കലായിരുന്നു. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസിക്കായിട്ട് തേഞ്ഞത്. ആ തേലിലോട്ട് ഞാൻ വരാം. അത് ഗംഭീരമായിട്ടുള്ള തേലായിരുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവസാനം ചേച്ചി ആ തേഞ്ഞു വാരിയ ആ ഒരു സംഭവത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തായാലും അതൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ വിഷയം. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു. ഗണേഷ് കുമാറിന് ഇതിനു മുമ്പ് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേരാണ് യാമിനി തങ്കച്ചി. യാമിനി തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് പറഞ്ഞ് ജഗതി ചില സിനിമകളിൽ കർണക്കുറ്റിയൊക്കെ അടി കിട്ടുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇടുമല്ലോ എന്ന് പറഞ്ഞു, അതുപോലെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഇറങ്ങി ഓടി. അങ്ങനെ ഇറങ്ങി മുണ്ടും തുണിയില്ലാതെ ഓടിക്കഴിഞ്ഞ ശേഷം ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അടിച്ച് ഇടിച്ച് കടിച്ച് പറിച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വിവാദമായി, ബഹളമായി, വിഷയമായി, അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പുറത്തേക്ക് ചാടി വന്ന നമ്മുടെ ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ പിന്നീട് ഒരു വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ചു കഴിഞ്ഞ ആ സ്ത്രീയെക്കുറിച്ച് ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് ഇവൾക്ക്, കൊച്ചു കള്ളി എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കേൾപ്പിച്ചേനെ. എന്താണ്ട് വിവാഹം നടത്തി കൊടുത്ത്, അമ്മ ജോലി വാങ്ങിച്ചു കൊടുത്ത്, അമ്മ ജീവിതം സുരക്ഷിതമാക്കി കൊടുത്ത് നന്ദിയുള്ള 15 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ദിവസങ്ങളോളം 16 പേരെ ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ ചടങ്ങുകൾ കഴിയുന്നവർ അവർ ആ വീട്ടിലുണ്ടായിരുന്നു. കാരണം അമ്മയുടെ കൂടെ പല കാലത്ത് അമ്മയുടെ കൂടെ നിന്നവർ, രക്ഷിച്ചു വിട്ടവർ ചിലരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഒരു 15 പേര് നമുക്ക് അവിടെ കാണാവുന്ന തരത്തിൽ പല കാലങ്ങളിൽ അമ്മയോടെ നിന്നവരും, അമ്മ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ ഭർത്താവിന് ജോലി വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച്, അങ്ങനെ മക്കളെ പഠിപ്പിച്ച്, അങ്ങനെ കൊണ്ടുവന്ന്, അങ്ങനെ അമ്മയുടെ ആ ഒരു നേച്ചറാണ് കിട്ടിയത്. പിന്നെ ബിന്ദു എന്നെ മുതൽ പറയാതെ എല്ലാത്തിനും കൂടെ നിൽക്കും. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെക്കാൾ ഒരുപടി മുമ്പിൽ കയറി നിന്ന് അത് ചെയ്തോളും. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഒരുപാട് തിരക്കായിരുന്നു. ഇപ്പം ഷൂട്ടിങ്ങും തുടങ്ങി. അപ്പം അതെല്ലാം കൂടെ തിരക്കായിട്ട് ഞാനൊരു എൻ്റെ അമ്മയുടെ സ്വഭാവം എല്ലാം വാരി കൊടുക്കും. പെട്ടെന്ന് അമ്മ ഇതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്തൊക്കെ അമ്മയുടെ ഉണ്ടെന്ന് പറയാതെ. ഇപ്പം നിങ്ങളിപ്പോൾ ഇഞ്ച് വീട്ടിൽ വന്നാൽ, നിങ്ങൾ എന്നോട് അമ്മയെ കാണാൻ വന്നാൽ മോളെ കാര്യം ചെയ്യും. അവിടെ ഉണ്ടെങ്കിൽ അമ്മ അപ്പം അല്ലെങ്കിൽ കടയിൽ ആളെ വിട്ടത് നല്ല ഡ്രസ്സ്, ഒരു ഇതുപോലെ അനുയോജ്യമായ ഡ്രസ്സ് വാങ്ങിച്ചു. ഇങ്ങനെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇങ്ങനെ ഗണേഷ് കുമാർ പറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഈ സ്ത്രീയെ വിളിക്കുകയാണ് മാനസിക രോഗിയെന്ന്. എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് ഗണേഷ് കുമാർ ഈ സ്ത്രീയെ കഴിഞ്ഞ ദിവസം വിളിച്ചത്. സംഭവം വേറൊന്നുമല്ല, ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് ഇവർ മന്ദം നടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ നിന്ന് എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നത് കേട്ടു. അവിടെ ചെന്ന് കതവും തള്ളിത്തുറന്ന് നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു. ഇതാണ് വളരെ മാന്യമായിട്ട് ഒരു വ്യക്തിക്ക് സമൂഹത്തോട് വിളിച്ച് പറയാൻ പറ്റിയ ഭാഷ എന്ന് പറയുന്നത്. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു. ഉടനെ തന്നെ ഗണേഷ് കുമാറിൻ്റെ PA വിളിച്ചു. ഇവർ ഫോണിൽ എന്തൊക്കെയോ ഫോട്ടോ എടുത്തെന്ന് പറയുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷം ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചെന്ന് പറയുന്നു. ശേഷം PA ഇവിടെ പിടിച്ചു വെച്ചു എന്ന് പറയുന്നു. ഇവർ 112 വിളിച്ചു എന്ന് പറയുന്നു. 112 വിളിച്ചിട്ടും കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു. ഉടനെ തന്നെ പല ആൾക്കാരും ചാടി ഇറങ്ങി. ആ ചാടി ഇറങ്ങിയ കൂട്ടത്തിൽ നമ്മുടെ തേൽ നമ്പർ 2 ക്ലാസിക് തേലാണ് നമ്മുടെ രാഹുൽ മാംഗോ കൂട്ടവുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് ഈ അവസരത്തിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടോ. സത്യം പറയട്ടെ, കേരളത്തിൽ ഇത്രയും തൊലി കെട്ടിയുള്ള ഒരു വേട്ടാവളിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ടും 3-4 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ച കേസ് കിടക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ ആദ്യത്തെ അതിജീവിത സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുകയാണ്, പെൺകുട്ടികളെ മാത്രമല്ല ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ച പോക്സോ കേസ്. ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ മൈനറായിട്ടുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നതാണല്ലോ. ആ കേസ് പോലും യവനെതിരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ യവനാണ് ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നെന്ന് പറയുന്നത് ഗണേഷ് കുമാർ ഒരു ഹാബിച്വൽ ഒഫൻഡറാണെന്ന്. ഇത് ആരെങ്കിലും ഇവൻ്റെ കേസ് തിരിച്ചു ചോദിച്ചാൽ ഇവൻ അവർക്ക് നേരെ ഷൗട്ട് ചെയ്യുകയാണ്. വേറെ നിവൃത്തിയില്ല. ആശയപരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റില്ലല്ലോ ഇതൊന്നും. അവയവങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വൃത്തികെട്ടവന്മാരോടൊക്കെ. കാരണം അവയവങ്ങളും വികാരങ്ങളും സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് ദേഷ്യപ്പെടേണ്ടി വരും. എന്ത് തന്നെയായാലും
നമ്മുടെ രാഹുൽ മാങ്കോക്കൂട്ടം വന്നിരുന്നു. അത് ഞാൻ വഴിയെ പറയാം, അതൊക്കെ ഞാൻ എന്തായാലും ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഒരു പരാതി നേരിട്ടു. അതിനുശേഷം ഗണേഷ് കുമാറിനെ വലിയ രീതിയിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് പല ആൾക്കാർ രംഗത്തെത്തുന്നു. ഗണേഷ് കുമാർ രാജിവെക്കില്ല എന്ന് പറയുന്നു. അടുത്ത ദിവസമായപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ചേട്ടനെ പോലൊരു ചേട്ടനെ ഞാൻ കണ്ടിട്ടേയില്ല, ചേട്ടൻ തങ്ക കട്ടിയാണ്, ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഡുണ്ടുടു വാവയാണ്, ഡുങ്കുടു മോറനാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം എനിക്കൊരു പരാതിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു പരാതിയില്ല എന്നവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നമ്മുടെ കേരളത്തിലെ പുരോഗമന സംഘങ്ങളോടാണ് ചോദിക്കാനുള്ളത്. അതായത് ഒരു സ്ത്രീ അബലയല്ല തബലയല്ല എന്ന് പറയുന്ന ഇവിടെയുള്ള പുരോഗമന സംഘങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല? അതായത് സ്വന്തം ഭർത്താവായിട്ടുള്ള ഗണേഷ് കുമാർ വന്ന് പറയുകയാണ്, എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്, പ്രണയിക്കാത്തവൻ പൊട്ടനാണ് എന്നൊക്കെ പറയുകയാണ്. അവിഹിതം പിടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. അല്ലാതെ പിന്നെ എന്തൊരു പറയാൻ പറ്റും? അവിഹിതം പൊക്കുമ്പോൾ നമുക്ക് പുഴകളെയും മലകളെയും കാടുകളെയും പൂമ്പാറ്റകളെയൊക്കെ ഓർമ്മ വരും. ചില ആൾക്കാർക്ക് ഇതൊക്കെ ഓർമ്മിക്കുമ്പോഴും ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്ത് പോയെങ്കിൽ എന്ന് പോലും തോന്നിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യമെങ്കിൽ കാവ്യാത്മകത മനസ്സിൽ വന്ന് നുരഞ്ഞു പൊന്തും. അപ്പോൾ അങ്ങനെ 5000 സ്ത്രീകളുമായിട്ട് എനിക്ക് പ്രണയമുണ്ട് എന്ന് ഒരു പുരുഷൻ വന്ന് പറയുകയാണ്. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയോ, ആ സ്ത്രീക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ട് പോലും ഈ പുരുഷനോട് ക്ഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണോ സ്ത്രീകൾ സമൂഹത്തിൽ പെരുമാറേണ്ടത്? ഇതൊക്കെ സഹിച്ച് കഴിയേണ്ടവളാണോ സ്ത്രീ? സ്ത്രീക്കൊരു അന്തസ്സില്ലേ? സ്ത്രീക്കൊരു റെസ്പെക്റ്റ് ഇല്ലേ? അല്ല, ഞാൻ ഇവിടെ പുരോഗമനവാദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത് എന്നാണ് എൻ്റെ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലാസിക് തേൽ ശ്രീലക്ഷ്മി ചേച്ചിയുടെ തേൽ. ശ്രീലക്ഷ്മി ചേച്ചി ഈ അവസരം മുതലെടുത്ത് തന്നെ ന്യായീകരിക്കുക ഇറങ്ങിയതാണ്. ശ്രീലക്ഷ്മി ചേച്ചി ഇതാ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്. ഗണേഷ് കുമാറിന് കുറേ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാസ്. അയ്യവാ. രാഹുൽ മാങ്കൂട്ടത്തിന് കുറേ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാസ്. ഏതെങ്കിലും സ്ത്രീ വന്ന് അവൾക്ക് കുറേ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവൾ വെടി എന്നാണ് ശ്രീലക്ഷ്മി അറക്കലിട്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ നേർചിത്രം. അയ്യോ എനിക്ക് വയ്യേ എന്ന് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു, ഇതിന് ലൈക്ക് 700. ശ്രീലക്ഷ്മി ചേച്ചിയുടെ പോസ്റ്റിനും താഴെ വന്ന കമൻറ്റിൻ്റെ ലൈക്ക് 1.6K. അപ്പോൾ ഈ കമൻറ്റ് പിന്നീട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ചേച്ചി മുക്കിക്കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, സ്വന്തം തന്തയ്ക്ക് ഒരുപാട് പ്രണയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്ത മോശക്കാരൻ, വേടനായപ്പോൾ വേടൻ നവോത്ഥാന നായകനായല്ലോ, അതെങ്ങനെയാണ് ചേച്ചി? വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ശ്രീലക്ഷ്മി ചേച്ചി എന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളത്, ശ്രീലക്ഷ്മി ചേച്ചി ഒരു ലവ് ചൈൽഡാണ്. അതായത് അച്ഛൻ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആ ഭാര്യമാരിൽ ഒരു ഭാര്യയിലുണ്ടായ പെൺകുട്ടിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല, വെറുപ്പാണ്, കണ്ടാൽ ഞാൻ കടിച്ച് കീറും, മാന്തി പൊളിക്കും എന്നൊക്കെയാണ് ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ശ്രീലക്ഷ്മി ചേച്ചി വേടൻ്റെ കേസിൽ, അതായത് വേടനും ഇതുപോലെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു. ആ സ്ത്രീകളൊക്കെ ഇപ്പോൾ പീഡന കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേടൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ എടുത്തിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ശരിയാവും എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ഉണ്ട്, സത്യമായിട്ടുണ്ട്. അമ്മച്ചിയാണ് എൻ്റെ മനസ്സിലും ഉണ്ട്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ശ്രീലക്ഷ്മി ചേച്ചി ഓടി ഒളിക്കുകയാണ്. എനിക്ക് ജെന്യുവനായിട്ടൊരു മറുപടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, സീരിയസ് ആയിട്ട്. ഉരുളരുത് പ്ലീസ്, ദയവ് ചെയ്ത് ഉരുളരുത്, എനിക്കത് കാണാൻ വയ്യേ എന്ന് മാത്രം എനിക്ക് പറയാം. ഉരുളരുത് ദയവ് ചെയ്ത് കിടന്ന്, അത്ര മാത്രമേ എനിക്കുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു പോഡ്കാസ്റ്റ് ഇരുന്ന് കരയുന്നത് കണ്ടു. രാവിലെ എണീക്കുമെന്നോ, ഞാൻ ഈ പഠിക്കുമെന്നോ, മറ്റത് ചെയ്യുമെന്നോ, മറിച്ചത് ചെയ്യുമെന്നോ, BEd എഴുതിയെടുത്തെന്നോ, MEd എഴുതിയെടുത്തെന്നോ, അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വിളിക്കുന്നത് വെടി എന്നാണ്. അങ്ങനെ എന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടു ശ്രീലക്ഷ്മി ചേച്ചി. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഒരു സ്ത്രീയല്ലേ കരയുന്നത്. അപ്പോൾ സ്ത്രീ അവർ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ് ജെന്യുവൻലി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. എൻ്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ അടുത്ത നിമിഷം തന്നെ വേറൊരു വീഡിയോ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ 10 പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ചേച്ചി ഇങ്ങനെ തുറന്നു പറയുന്ന വീഡിയോ ആണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. എന്തോ പറയാനാണ്. ഇപ്പം മറ്റേ ഇറാൻ യുദ്ധമൊക്കെ നടക്കുകയാണ്. കിം ജോങ് ഉന്നൊന്നും കാണണ്ട, ചിലപ്പോൾ അണുബോംബാണെന്ന് പറഞ്ഞ് ഇസ്രായേലിൽ കൊണ്ടിട്ട് കളയും എന്ന് മാത്രമേ എനിക്ക് ശ്രീലക്ഷ്മി ചേച്ചിയോട് പറയാനുള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുകയാണെന്ന് വെച്ചോ, ഞാനും മാനമര്യാദയ്ക്ക് ഇതുപോലെയൊക്കെ MEdും BEdും ഒക്കെ എടുത്ത് പോട്ടെ, ഒരു പോലീസോ ഒരു IAS ഉദ്യോഗസ്ഥനായിട്ട് നല്ല മാനമര്യാദയ്ക്ക് ജീവിക്കുകയാണ്. എന്നിട്ട് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് വിളിച്ച് പറയാണ്, ഞാൻ പറയുകയാണ് എനിക്ക് 100 പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് പിടിച്ച് റോഡിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിച്ച് ഓടയെ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എന്നെയും നാട്ടുകാരെന്ത് പറയും? ഇതിനെക്കാട്ടിലും മോശപ്പെട്ട പേരായിരിക്കും പറയുന്നത്. കായും പൂയും തായും ചേർത്ത് പറയും.
ഇല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ്. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ലൈംഗികത, സ്ത്രീകൾക്ക് ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്തായാലും സ്ത്രീകളെ 10 പേരുടെ കൂടെ പോകുന്ന സ്ത്രീകളെ വേശ്യ എന്ന് വിളിക്കുന്ന പുരുഷന്മാർ എന്തുകൊണ്ട് ആൾക്കാർ വേശ്യൻ എന്ന് വിളിക്കുന്നില്ല എന്നാണ് ചേച്ചി ചോദിച്ചത്. എന്തായാലും അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള പുരുഷന്മാരെ വേശ്യൻ എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള പുരുഷന്മാരെ പറയുന്ന പേരാണ് വിഡൻ. VIDAN, വിഡൻ. ഞാൻ കളിയാക്കി പറഞ്ഞത്, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത്, വിഡൻ. അതായത് പുരുഷ വേശ്യകളെ വിഡൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വള്ളി ഡ ഇൻ വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോട്ടെ. അപ്പോൾ ശരി.